ദില്ലിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികളുടെ രൂക്ഷവിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ഏകോപനമില്ലായ്മയും കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളുമാണ് അസ്വാരസ്യങ്ങൾക്ക് കാരണമായത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് വിമർശനങ്ങളുമായി ആദ്യം രംഗത്തെത്തിയത്. ഇതിനെ പിന്തുണച്ച് ഇടതുപക്ഷ പാർട്ടികളും മറ്റു ഘടകകക്ഷികളും ഒപ്പമുണ്ടായി. സഖ്യം ശക്തമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കേണ്ടി വരുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. സഖ്യത്തിലെ ഭിന്നതകൾ പരിഹരിക്കാൻ 2 മാസത്തിലൊരിക്കൽ യോഗം ചേരാൻ ധാരണയായി. ഇതിന്റെ ഭാഗമായി അടുത്ത യോഗം ഓഗസ്റ്റിൽ ഹൈദരാബാദിൽ നടക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ വിവാദങ്ങൾ എന്നിവയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടാൻ സഖ്യം തീരുമാനിച്ചു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധികൾ എന്നിവയിൽ സർവകക്ഷി യോഗം വിളിക്കാനും വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനമായി. DMK, ആം ആദ്മി പാർട്ടി എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ശരത് പവാർ, മമത ബാനർജി എന്നിവർ നേരിട്ടും ഉദ്ധവ് താക്കറെ, ഹേമന്ത് സോറൻ എന്നിവർ ഓൺലൈനായും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.